തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ സ്വമേധയാ ഹർജി ഫയൽ സ്വീകരിച്ച് ഹൈക്കോടതി. കൊച്ചിൻ തിരുവമ്പാടി ദേവസ്വം ബോർഡുകൾക്കും സർക്കാരിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജൂൺ 16-നകം വിശദീകരണം നൽകണം. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ നടപടി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇപ്പോൾ കോടതി സ്വമേധയാ കേസെടുക്കുകയാണ്. വെടിക്കെട്ട് അപകടത്തിൽ ആണ് ഈ നടപടി വന്നിട്ടുള്ളത്. കൊച്ചിൻ തിരുവമ്പാടി ദേവസ്വം ബോർഡുകൾക്കും സർക്കാരിനും ഇപ്പോൾ നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ ഇപ്പോൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്വമേധയാ ഹർജി ഫയൽ സ്വീകരിച്ചുകൊണ്ട് നടപടി എടുത്തിരിക്കുകയാണ്. കൊച്ചിൻ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം ബോർഡുകൾക്കും സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചുകൊണ്ട് വിശദീകരണം തേടിയിട്ടുണ്ട്. ജൂൺ 16-നകം ഈ എതിർകക്ഷികളായിട്ടുള്ള ആളുകൾ വിശദീകരണം നൽകണം. വിശദമായിട്ടുള്ള മറുപടി ഹൈക്കോടതി നൽകുകയും വേണം. മാത്രമല്ല DGPയും എക്സ്പോസീവ് കൺട്രോളറും മറുപടി നൽകണമെന്നുള്ള നിർദ്ദേശവും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. 4 ആഴ്ച സാവകാശമാണ് ഇതിന് നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെടൽ നടത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ സ്വമേധയാ ഫയൽ സ്വീകരിച്ച ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരികയും നോട്ടീസ് അയച്ചുകൊണ്ട് വിശദീകരണം തേടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. നേരത്തെ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ചില ഇടപെടലുകളൊക്കെ തന്നെ നടത്തിയതാണ്. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് ഈ സംഭവത്തെക്കുറിച്ച്, ഈ അപകടത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നത്. ഏപ്രിൽ 21-നാണ് നാടിനെ നടുക്കിയ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടം നടക്കുന്നത്. 17 പേർ മരണമടഞ്ഞു എന്നാണ് ഇപ്പോഴത്തെ റെക്കോർഡിക്കലിലായിട്ടുള്ള കണക്കുകൾ. 4 പേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടുകയും ചെയ്തിരുന്നു. DNA പരിശോധനയിലൂടെയാണ് പലരെയും തിരിച്ചറിയാൻ സാധിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ വിവിധ ദേവസ്വം ബോർഡുകളും നൽകുന്ന മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഹൈക്കോടതി തുടർ നടപടികൾ സ്വീകരിക്കുക. വിനോദ്, വ്യക്തമാണ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെ സംബന്ധിച്ച കേസാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിട്ടുള്ളത്. ഇക്കാര്യത്തിലാണ് വിവിധ ദേവസ്വം ബോർഡുകൾക്കും സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.